നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയോര കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര കച്ചറയും കാര്യങ്ങളൊക്കെയാണ് താഴെ. അറിയാലോ ഡൽഹിൻ്റെ അവസ്ഥ എന്താണെന്ന്. നമ്മുടെ തലസ്ഥാന നഗരം അത്ര വൃത്തിയുള്ള നഗരമൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഹേ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയാനിപ്പോൾ എന്താ പറയുക, തെരുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേയധികം ഡൽഹിൻ്റെ കാഴ്ചകളെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. കുറേയധികം ചായക്കടകളും അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ തൊള്ളലിട്ട് മുറുക്കൂലേ ഒരു സാധനം, പാനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാട്ടെ. ഇവിടെ 24 hour ഓപ്പൺ ആയിരിക്കുക. കാരണം അതില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മനോഹരമായിട്ടുള്ളൊരു ജംഗ്ഷനിൽ നിന്ന് എത്തിച്ചേരുന്നുണ്ട്. മനോഹരം എന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇടാണ്ട് ഞാൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര റോഡൊക്കെ വലിയ അൽക്കുലത്താണ്. പക്ഷേ ക്ലീനിങ് ഒക്കെ ആക്കുന്നുണ്ട്. ഈ ക്ലീനിങ് ആക്കുന്നത് നോക്കണ്ട, ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇവിടെ വീണ്ടും കച്ചറാവുന്നതായിരിക്കും. ഡൽഹിയിലെ ചില വഴികളിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കത് അനുഭവിച്ചറിയാമെന്ന് എന്താണ് അവസ്ഥ എന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. പിന്നെ ഇതുപോലുള്ള സൈക്കിൾ റിക്ഷകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് കുറേയധികം ഇലക്ട്രിക് ഓട്ടോസ് വന്നിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. ഇതിന് മുമ്പൊക്കെ അതുപോലത്തെ സൈക്കിളും ചവിട്ടി നടക്കുന്ന കാണാൻ കഴിയും ആളുകളൊക്കെ. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ ആ ഒരു സംഭവം. ഈ കാണുന്ന റോഡ് ഇപ്പോൾ പുതിയതായി ഇട്ടാതെ തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ആളുകളൊക്കെ റോഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ക്ലീൻ ചെയ്തതിന് കൊണ്ടുപോയില്ല, ഇവിടെ മൂലയ്ക്ക് കൂട്ടി വയ്ക്കും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബസ് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ മെട്രോ ലൈൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തോട്ട് മെട്രോ ലൈൻ ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. വലിയ മനോഹരമായിട്ടുള്ള റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല ഈ വഴികൾ, വലിയ കച്ചറം കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമില്ലേ, റെയിൽവേ സ്റ്റേഷന് മുന്നിലാകട്ടെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാകട്ടെ, ചെറിയൊരു ജംഗ്ഷൻ. മുറുക്കാൻ കടയുണ്ടോ അവിടെ പോയിട്ടോ കാര്യങ്ങൾ. ഇതൊക്കെ പബ്ലിക് ടോയ്ലറ്റുകളാട്ടോ. പുറത്തോട്ട് ഒഴുകി വരുന്ന കാണുന്നത് ഇതൊക്കെ യൂറിനാണ്. സ്മെല്ലടിക്കുന്നുണ്ട്. ഓഫ് മൈ ഗോഡ്. തിന്നാക്കെ പുറത്ത് വരും. അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിലോട്ട് പോകുന്ന വഴികളിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ തന്നെ ഒരു 6-6:30 ആയിട്ടില്ല. അതിന് മുമ്പേ ഞാൻ ഡൽഹിയിലെത്തി. ഡൽഹി ജംഗ്ഷനിലാണ് ഞാൻ ട്രെയിൻ ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങി ഒരു കാലി ചായ മാത്രം കുടിച്ചിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങി നേരെ റെഡ് ഫോർട്ടിലോട്ട്. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സാണ്. ഇനി എവിടെയെങ്കിലും റൂം നോക്കി സ്റ്റേ അടിച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ അതിന് മുമ്പ് നല്ലോണം വേർക്കുന്നതിന് വേർക്കട്ടെ. ഫുള്ള് മുഷിഞ്ഞ ശേഷം നമുക്ക് കുളിക്കാം. അതുവരെ നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാം. അതായിരുന്നു ഇവിടുത്തെ പ്ലാന്. ഇപ്പോൾ പോയി നോക്കാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നടന്ന് ഒരു 3/4 കിലോമീറ്ററോളം നടന്നു. നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാണാൻ കഴിയുന്നുണ്ടോ? ഇതാട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സിസ്റ്റം എന്ന് പറയുന്നത്. വലിയ ആളും നിരക്കൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും. നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ആളുകളൊക്കെ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ നാട് തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി റെഡ് ഫോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചില്ല കേട്ടോ. ഈ കാണുന്നത് മെട്രോ ലൈനാണ്. അപ്പോൾ ഇവിടെ പല ഭാഗത്തും മെട്രോ സർവീസ് ഉണ്ട്. ആ സൈഡാണ് ചാന്ദിനി ചൗക്ക് കൊണ്ടൊരു സ്ഥലം. നമുക്ക് അവിടെ പോകുന്നുണ്ട്. ക്ലോസ്ഡ് ആണോ ഓപ്പൺ അല്ലേ? വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? എനിക്ക് വയ്യ. നമുക്ക് എൻ്റെ എൻട്രൻസ് തപ്പി പിടിക്കണം. ഞാൻ കണ്ടു. ഇവിടെയും കുറേയധികം കടകളും കാര്യങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ. ടിക്കറ്റ് പ്രൈസ് 35 രൂപയാണെന്നാണ് പറഞ്ഞു കേട്ടത്. പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അത് ഓപ്പൺ അല്ല. ഗേറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറമുള്ളൊരു കൗണ്ടറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള കാഴ്ചകൾ കാണാം നമുക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഫോർട്ടിലെ. രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു തിളക്കം ആ സൂര്യനിൽ നിന്ന് തിളങ്ങി അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ കല്ലിലോട്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഒരു പ്രത്യേക കളർ കിട്ടാവും. അത് എനിക്കിതിൽ ക്ലിയറായിട്ട് കാണുന്നില്ല, പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഫോട്ടോ കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഈ കാണുന്നതാണ് റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്.
നല്ല സൂര്യനെ കൊതിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ മിലിറ്ററി ഓഫീസേഴ്സ് കണ്ട്. ഞാൻ അറിയാതെ അവിടെ നിന്ന് 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ അത് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ടിക്കറ്റാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകുന്നില്ല, കാരണം ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളിൽ, അത് മാത്രമേ ഉള്ളൂ കാണാൻ. അതിന് 50 രൂപയാണ് ചോദിച്ചത്. ഞാൻ പോയി സംസാരിച്ചപ്പോൾ റിഫണ്ട് കിട്ടി എനിക്ക്. നമുക്ക് പുറം ഭാഗം കാണാൻ വേണ്ടി മാത്രം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ മാത്രം 50 രൂപ കൊടുത്തത് കേട്ടോ. ഞാൻ അറിയാതെയാണ്, എൻ്റെ തെറ്റാണ്. ഞാൻ അറിയാതെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുത്തു. അവർ എഴുതി വെച്ചിട്ടില്ല മുന്നിൽ, ചെറിയ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മാത്രമുണ്ട്. പോയി ടിക്കറ്റ് എടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഇത് ഉള്ളിലോട്ടുള്ളതാണ്, പുറത്തോ ടിക്കറ്റ് ആവശ്യമില്ലാന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. പുറത്തത്തെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു പ്രാക്കളിരിക്കണം കാണാൻ കഴിയുമ്പോൾ, ഫോക്കസ് ആവുന്നില്ല. അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള റെഡ് ഫോർട്ട്. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഹോള് കാണാൻ കഴിയും. അത് എന്തെങ്കിലും ചിലപ്പോൾ പണ്ട് കാലത്ത് ബീരങ്കി അങ്ങനെ തന്നെ വെക്കാനും വേണ്ടി ആയിരിക്കും കേട്ടോ ആ ഹോള്. നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജനാല പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിന് ചുറ്റിനും ഒരു ചെറിയൊരു തോട് പോലെ സംഭവമുണ്ട്. ഇതിൽ വെള്ളം കെട്ടിക്കിടക്കും മഴക്കാലം സമയങ്ങളിൽ. ഇപ്പോൾ ഇത് ഡ്രൈ ആണ്, കുറച്ച് പുല്ലുകൾ മുളച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, വെള്ളമൊന്നുമില്ല, ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ആ കയൽക്കൂലത്താക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ എടുത്ത് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. എന്തൊരു രസം അറിയാം ഇതിൻ്റെ കളർ. കുറേയധികം ആളുകൾ ഇങ്ങനെ എന്താ പറയുക നടന്നൊക്കെ പോയി വരുന്നത് കാണാൻ കഴിയും. കുറച്ചൊരു വാക്കിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന ആളുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നമുക്ക് അതേപോലെ പോയി തിരിച്ച് ഇത് ഇവിടെ വരാനുള്ളതാണ്. ഇവിടെ കുറേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ സൈഡിൽ പണിത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിരാവിലത്തെ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല വിറ്റമിൻ ഡി കിട്ടുന്ന വെയിലും കൊണ്ട് നമ്മളിങ്ങനെ രാവിലെ തന്നെ നടക്കുകയാണ്. നമ്മുടെ ഫോർട്ടിൻ്റെ ചുമര് കാണാൻ കഴിയും. സൈഡിൽ വലിയ വാളാണ്, ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വാൾ എന്ന് പറയുന്നത്. അവിടെ കുറേയധികം ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു സംഭവം പണിത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഈ ഫോർട്ടിൻ്റെ താഴെയായിട്ട് ഈ പച്ച കളർ പുല്ല് ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ചുവപ്പും പച്ചയും ഒരു പ്രത്യേക രസമാട്ടോ കാണാൻ. ഞാനങ്ങനെ റെഡ് ഫോർട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. റെഡ് ഫോർട്ട് എൻട്രൻസിലാണ് എത്തിയത്. അവിടുത്തെ കുറച്ച് മുന്നത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ നടന്നിട്ട് എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അതെ നമ്മൾ അവിടെ നിന്നാണ് കുറേ വട്ടം തിരിഞ്ഞത്. അവിടെ നിന്ന് കിട്ടാണ്ടായപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇതാണ് നമ്മുടെ റെഡ് ഫോർട്ട് ഗൈസ്. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉദിക്കുന്ന കാരണം കൊണ്ട് റെഡ് ഫോർട്ടിൻ്റെ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് സൂമിൽ കാണിച്ചു തരാം. ഇതാണ് റെഡ് ഫോർട്ട്. അത് നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ അവിടെ കാറ്റി പാറി കളിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയിട്ടത് കാണാൻ. ഇതിൻ്റെ ചരിത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിനെ ലാൽ കില എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര്. നമ്മുടെ ഇന്ത്യയിലെ ചരിത്രപരമായ സ്മാരകങ്ങളിൽ ഒരു സ്മാരകമാണ് ഈ ലാൽ കില, അതായത് റെഡ് ഫോർട്ട്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1648 നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. ഈ ലാൽ കില പണിതിട്ടുള്ളത് പുരാതന മുഗൾ ശൈലിയിലാണ്. അതായത് ഇത് ചുവന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചതിനാണ് ഇതിനെ റെഡ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ചുമരുകളും അതുപോലെ തന്നെ മതിൽക്കെട്ടും തോരണങ്ങളും അരമനകളൊക്കെ മുഗൾ ശൈലിയിലുള്ളതാണ്. അതായത് മുഗൾ കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ. നിങ്ങൾക്കിതാ ആ ഭാഗത്തായിട്ട് ബീരങ്കയൊക്കെ നിൽക്കണ കാണാൻ കഴിയും കേട്ടോ. ഉള്ളിലോട്ട് പോകുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും കുടിക്കാൻ വെള്ളം കിട്ടും നോക്കട്ടെ. കുപ്പിത്തെ വെള്ളം മൊത്തം കാലി. ഭയങ്കര ചൂടാണ് കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞങ്ങൾക്ക് തുടച്ചളഞ്ഞാണ്. ഇതിങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉറ്റിട്ടോ, അത്രയും ചൂടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വേറെ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കാലാവസ്ഥ ശരിയാവാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചകൾ പറയുന്നത്. നല്ല ഭംഗിയുള്ള റെഡ് ഫോർട്ടായിരുന്നു. ഇനി കുറേയധികം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ ന്യൂ ഡൽഹിയിൽ. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നതെല്ലാവർക്കും ഗുഡ് ബൈ.